കഥ പറയുമ്പോൾ മാണിക്കക്കല്ല്, പിന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള അരവിന്ദൻ്റെ അതിഥികളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള എം മോഹനാണ് ഒരു ജാതി ജാതകം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഗോദയുടെയൊക്കെ കഥ എഴുതിയ രാകേഷ് മാധോഡിയാണ് ഇതിനെയും കഥ എഴുതിയിരിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ, KP കുഞ്ഞിക്കണ്ണൻ, നിഖില വിമല്, മൃദുൽ നായർ, ബാബു ആന്റണി തുടങ്ങി ധാരാളം ആക്ടേഴ്സ്, പിന്നെ കുറേ നായികമാർ, കുറേ പേരറിയുന്ന അറിയാത്തുള്ള കുറേ നായികമാരും കുറേ സപ്പോർട്ടിങ് ആക്ടേഴ്സും ഒക്കെ ഉള്ള ഒരു ഫൺ ഫിൽഡ് ഫാമിലി ഡ്രാമ ആണ് സിനിമ. ഇവർ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കുറച്ച് നാൾക്ക് മുമ്പ് കുറേ ആളുകൾ ഇങ്ങനെയായിരുന്നു. ഇപ്പം അതിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. കാതലായ മാറ്റങ്ങൾ എല്ലായിടത്തും സംഭവിച്ചു വരുന്നുണ്ട്. അതായത് അന്ധകാലത്തിൽ ആളുകൾ ചിന്തിച്ചിരിക്കുന്ന അതേ രീതിയിൽ ചിന്തിക്കുന്ന ഇപ്പോൾ ഉള്ളൊരു ചെറുപ്പക്കാരൻ, അവൻ പെണ്ണിനെ ആലോചിച്ച് നടക്കുന്നു. അപ്പോൾ ആ സമയത്ത് അവൻ പെൺകുട്ടികളോട് ഉള്ള പെരുമാറ്റവും അവൻ പെൺകുട്ടികളെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു ഫൺ ഫിൽഡ് പരിപാടി ആണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് ഇത് മൊത്തം ഒരു അവിയൽ പരിപാടിയായിട്ടാണ് തോന്നിയത്. അതായത് ഇവർ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്ത്രീയും പുരുഷനും സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നത്തിലേക്കും ഇവർ ഇടപെടുന്നു, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. അപ്പം സിനിമയിൽ കുറച്ച് സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നു, പിന്നെ വേറൊരു കഥാപാത്രം വന്ന് വേറൊരു മാറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, വേറൊരു കഥാപാത്രം വേറൊരു തലത്തിൽ സംസാരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ സിനിമ ഒരു അവിയൽ പരുവം ആയതുപോലെയാണ് തോന്നിയത്. അതായത് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഇവർ പകുതി പറയുന്നു, പിന്നെ എവിടേക്കോ വെച്ച് നിർത്തിക്കളയുന്നു, പിന്നെ വീണ്ടും ആ പ്രശ്നത്തിലേക്ക് കടന്നു പോകുന്നു. എന്നിട്ട് എങ്ങും എത്താതെ ഒന്നും പറയാത്ത രീതിയിൽ എന്തോന്നില്ലാത്ത രീതിയിൽ നിർത്തിയതുപോലെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. എനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തോന്നി സിനിമ കണ്ടപ്പോൾ. ഈ കോമഡി ഉണ്ടാക്കണം എന്ന രീതിയിൽ, ഉണ്ടാക്കണം എന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ മോശം സിനിമ അനുഭവമാണ് തിയേറ്ററിൽ നിന്ന് നമുക്ക് തരുന്നത്. അതായത് കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും നല്ല ക്യാരക്ടേഴ്സിനെയൊക്കെ ബിൽഡ് ചെയ്ത് തമാശകൾ തനിയെ ഉണ്ടാകണം. ഇത് തമാശ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ തെന്നി വീഴുക, തട്ടിത്തെറിപ്പിക്കുക, കണ്ണാടി വെച്ചുകൊണ്ട് കരയുക, ബിരിയാണി കഴിക്കുമ്പോൾ സാറിന്റെ 2 മുട്ട എന്നൊക്കെ പറഞ്ഞ് വെക്കുന്ന തരത്തിലുള്ള കോമഡികളൊക്കെ കാണിച്ച് ഇപ്പോഴുള്ള ആളുകളെ ചിരിപ്പിക്കാം എന്നൊക്കെ ചിന്തിച്ചത് തന്നെ തെറ്റാണ് മോഹൻ ചേട്ടാ. വിനീത് ശ്രീനിവാസന്റെ കഥാപാത്രത്തിന്റെ ലുക്ക് വൈസ് വിനീത് ശ്രീനിവാസൻ ആപ്റ്റായിരുന്നു. അതായത് ഒരു ചൊറിയൻ, നമുക്ക് കണ്ടാൽ ഒരു അടി കൊടുക്കാൻ തോന്നുന്ന രീതിയിൽ ഉള്ള ഒരു കഥാപാത്രത്തെ കൊണ്ടിങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ച് പുള്ളിയുടെ ഡ്രസ്സിങ് സ്റ്റൈലും പുള്ളിയുടെ നടത്തവും പുള്ളിയുടെ ഷോയും പുള്ളിയുടെ ഗാംഭീര്യം ഉണ്ടെന്ന രീതിയിലുള്ള പുള്ളിയുടെ ആക്ഷൻ പരിപാടികളൊക്കെ സൂപ്പറായിരുന്നു. കുറേ സീനുകളിൽ വിനീത് ശ്രീനിവാസൻ കലക്കിയിട്ടുണ്ട്. 1-2 ഈ കരഞ്ഞുകൊണ്ട് 2-3 ഡയലോഗ്സ് പറയുന്ന സീനുകളിലും പെട്ടെന്ന് ചൂടാകുന്ന സമയത്തും പിന്നെ 1-2 ഡയലോഗ്സ് ഒക്കെ സത്യത്തിൽ ചിരി വന്നു. പക്ഷേ ചില സമയത്ത് പുള്ളിനെ കയറൂരി വിട്ടതുപോലെ എനിക്ക് തോന്നി. അതായത് ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ ചുമ്മാ പുള്ളി എന്തൊക്കെയൊക്കെ കാണിച്ച് ഒച്ചപ്പാടും ബോളൊക്കെ ഉണ്ടാക്കി കാണിക്കുന്ന ഒരു പരിപാടി പോലെ തോന്നി. അത് എനിക്ക് ഭയങ്കര കല്ലുകടിയായിട്ട് തോന്നി. പിന്നെ നമ്മൾ കുറേ കഥാപാത്രങ്ങൾ ഇങ്ങനെ തമാശ ഉണ്ടാക്കണം എന്ന രീതിയിൽ കാണിച്ചു കൂട്ടിയ പരിപാടികൾ കുറേ ഫ്ലോപ്പായി. അതിൽ കൂട്ടുകാരൻ, ഫ്ലാറ്റിലുള്ളൊരു കൂട്ടുകാരുണ്ട്, പുള്ളിക്കാരൻ്റെ പകുതി മുക്കാൽ പരിപാടികളും ഫ്ലോപ്പായി. അതിനെക്കാട്ടിലും വെറുപ്പിച്ച എന്ന് പറഞ്ഞാൽ ഒരു കസിൻ ബ്രദറായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. പുള്ളിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല സിനിമയിൽ. പുള്ളിക്കാരൻ അസൽ വെറുപ്പിക്കൽ, നല്ല ഉഗ്രം വെറുപ്പിക്കലായിട്ടുണ്ട് പുള്ളി. ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിൽ കുറച്ച് തമാശയും പരിപാടികളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കുഞ്ഞിക്കണ്ണൻ വിനീത് ശ്രീനിവാസന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി സന്തോഷത്തോടുകൂടി താങ്ക് യു മോനെ എന്ന് പറഞ്ഞു പോകുന്ന ആ സീനും അതിനുശേഷമുള്ള കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അതേപോലത്തെ കുറേ സീനുകളൊക്കെ കണക്ട് ആയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും മൊത്തത്തിൽ സിനിമ എനിക്ക് അങ്ങോട്ട് കലങ്ങിയില്ല. എനിക്കൊരു നോർമൽ സിനിമ അനുഭവം, ഒരു ബിലോ ആവറേജ് സിനിമ അനുഭവമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക്, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ. അപ്പം ഓക്കെ.